നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക് പോകാം. എല്ലാവരുടെയും ലാലേട്ടൻ മോഹൻലാൽ മലയാളികളുടെ അഭിമാനമെന്ന് മുഖ്യമന്ത്രി. കണ്ണൂർ, മട്ടന്നൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വരുന്നു. മലയാളം വാനോളം ലാൽസലാം. മഹാനടനെ ആദരിച്ചു കേരളം. തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സിനിമാ താരങ്ങൾ കോളേജുകളിലേക്ക്. കോൾഡ് ഡ്രിപ്പ് സിറപ്പിന്റെ വിൽപ്പന കേരളത്തിൽ നിർത്തിച്ചു. വിശദമായ വാർത്തകൾ. അരനൂറ്റാണ്ടുകളുമായി മലയാളിക്ക് എന്നും അഭിമാനിക്കാനുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന മലയാളത്തിന്റെ ഇതിഹാസ താരമാണ് മോഹൻലാൽ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഈ പുരസ്കാരത്തിലൂടെ ദേശീയ തലത്തിൽ നമ്മുടെ സിനിമയുടെ കലാമൂല്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ നേട്ടമാണ് ഈ പുരസ്കാരം. 3 വർഷം കൂടി പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് 100 വയസ്സ് തികയുവാണ്. ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ടുകാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. 1978 തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ 48 വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മലയാളിയുടെ സിനിമാ അനുഭവത്തിൽ ഏറ്റവും സൂക്ഷ്മമായ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു മോഹൻലാൽ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നൽകിയ ഭാവാനുഭവങ്ങൾ. കണ്ണൂർ, മട്ടന്നൂർ ഉൾപ്പെടെ സംസ്ഥാനത്ത് 5 പുതിയ ദേശീയപാതകൾ കൂടി വരുന്നു. കേരളത്തിൽ 5 പുതിയ ദേശീയപാതകൾക്ക് പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച ആവശ്യത്തെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ കൂടുതൽ പാതകൾ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള വിശദമായ നിർദ്ദേശം സംസ്ഥാന സർക്കാർ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായി രാമനാട്ടുകര കോഴിക്കോട് എയർപോർട്ട് റോഡ്, കണ്ണൂർ വിമാനത്താവള റോഡ്, കൊടുങ്ങല്ലൂർ അങ്കമാലി റോഡ്, വൈപ്പിൻ മത്സ്യഫെഡ് ടൂറിസം ഓഫീസ് റോഡ് എന്നിവ ദേശീയപാത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. കൊച്ചി മധുര ദേശീയപാതയിൽ കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസ് നിർമ്മാണത്തിനുള്ള പദ്ധതി രേഖയും തയ്യാറാക്കുകയാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ സ്വപ്നമായ പാതകളുടെ വികസനം യാഥാർത്ഥ്യമാകുവാൻ ഇടപെട്ട കേന്ദ്ര നിതിൻ ഗഡ്കരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും നന്ദി അറിയിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിലെ മഹാനടൻ മോഹൻലാലിനെ ആദരിച്ചു കേരളം. മലയാള പെരുമ വാനോളം ഉയർത്തിയ മോഹൻലാലിനെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചു. കവി പ്രഭാവർമ്മ രചിച്ച പ്രശസ്തി പത്രവും സമർപ്പിച്ചു. ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ GR അനിൽ, സജി ചെറിയാൻ, KN ബാലഗോപാൽ, AA റഹീം MP, MLA മാരായ MV ഗോവിന്ദൻ, ആന്റണി രാജു, ചലച്ചിത്ര സംവിധായകരായ അടൂർ ഗോപാലകൃഷ്ണൻ, ജോഷി, നടിമാരായ അംബിക രഞ്ജിനി, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ K മധു, സംസ്ഥാന ചലച്ചിത്ര പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ K മധുപാൽ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ, TK രാജീവ് കുമാർ എന്നിവരുൾപ്പെടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കവി നടന്ന വഴിയെ മഹാകവി P.യുടെ കാൽപ്പാടുകൾ തേടി എന്ന പരിപാടിയുടെ ഭാഗമായി കവിയുടെ കുടുംബാംഗങ്ങളും ശിഷ്യരും നാട്ടുകാരും അടങ്ങുന്ന സംഘം ഒരു വ്യാഴവട്ടക്കാലം കവി അധ്യാപകനായിരുന്ന കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി. കവിയുടെ മകൻ രവീന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ
സഹോദരി ലീല അമ്മാൾ, കവിയുടെ ചെറുമക്കൾ എന്നിവർ ഉൾപ്പെടെ 30ഓളം പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ പി പുരസ്കാര ജേതാവായ പ്രമുഖ കവി മാധവൻ പുറച്ചേരി ഉൾപ്പെടെ സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും യാത്രയിലുണ്ടായിരുന്നു. സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് കവിയുടെ ശിഷ്യനും സ്കൂൾ മുൻ അധ്യാപകനുമായ EPR വേശാല ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ KV മനോജ് സ്വാഗത ഭാഷണം നടത്തി. കവി മാധവൻ പുറച്ചേരി മുഖ്യപ്രഭാഷണവും കവിയുടെ സന്തത സഹചാരിയായിരുന്ന KK ഭരതൻ അനുസ്മരണ ഭാഷണവും നടത്തി. സ്കൂൾ മാനേജർ KT രാമകൃഷ്ണൻ മാസ്റ്ററെ അദ്ദേഹത്തിന്റെ വസതിയായ കൂടാളി താഴത്തെ വീട്ടിൽ സന്ദർശിച്ചു. മകൻ രവീന്ദ്രൻ നായർ, മകൾ ലീല അമ്മാൾ, കാനങ്ങാട് നെഹ്റു കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ശശി മേനോൻ എന്നിവർ ആശംസ അർപ്പിച്ചു സംസാരിച്ചു. C മനീഷ് മാസ്റ്റർ നന്ദി അർപ്പിച്ചു സംസാരിച്ചു. തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ സിനിമാ താരങ്ങൾ കോളേജുകളിലേക്ക്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 16 മുതൽ 19 വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന തലശ്ശേരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം സിനിമാ താരങ്ങൾ കോളേജുകളിലെത്തും. 6 മുതൽ 10 വരെയാണ് കോളേജുകളിൽ താരങ്ങൾ എത്തുന്നത്. 6-ന് മാഹി കോളേജിലും തലശ്ശേരി നഴ്സിംഗ് കോളേജിലും ഗീതി സംഗീത എത്തും. 7-ന് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലും ക്രൈസ്റ്റ് കോളേജിലും ആശ അരവിന്ദും ഗീതി സംഗീതയും 8-ന് കുക്കു പരമേശ്വർ കൂത്തുപറമ്പ് നിലമരി കോളേജിലും മട്ടന്നൂർ പഴശ്ശി രാജ കോളേജിലും സന്ദർശിക്കും. 9-ന് സന്തോഷ് കിയാറ്റൂർ പാലയാട് യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലും ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും എത്തും. 10-ന് സിബി തോമസ് തോട്ടട SM കോളേജിലും ചൊക്ലി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക കോളേജിലും സന്ദർശിക്കും. 16, 17, 18, 19 തീയതികളിൽ തലശ്ശേരി ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. 31 അന്താരാഷ്ട്ര സിനിമകളും 10 ഇന്ത്യൻ സിനിമകളും 14 മലയാള സിനിമകളുമടക്കം 55 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. ലിബർട്ടി പാരഡൈസ്, ലിബർട്ടി ലിറ്റിൽ പാരഡൈസ്, ലിബർട്ടി സ്യൂട്ട് തിയേറ്ററുകളിലുമായി ഒരേ സമയം 1200 പേർക്ക് സിനിമ കാണാനുള്ള അവസരമുണ്ട്. ഒരു ദിവസം 5 സിനിമകളാണ് പ്രദർശിപ്പിക്കുക. ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഓൺലൈനായാണ് രജിസ്ട്രേഷൻ. ഓഫ്ലൈനായി തലശ്ശേരി സംഘാടക സമിതി ഓഫീസിലും ലിബർട്ടി തിയേറ്ററിലും രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സംഘാടക സമിതി സബ് കമ്മിറ്റി ചെയർമാൻ കൺവീനർമാരുടെ യോഗം സംഘാടക സമിതി ചെയർമാൻ സ്പീക്കർ AN ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ, SP കിരൺ PB, IPS ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, ജിത്തു കോളയാട്, SK അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണപ്രപഞ്ചം ഒരുക്കി തുലാവർഷ പച്ചപ്പ് ക്യാമ്പ് പൂർത്തിയായി. മുദ്ര വിദ്യാഭ്യാസ വികസന പരിപാടിയുടെ ഭാഗമായി മുണ്ടേരി ക്ലസ്റ്റർ വിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച തുലാവർഷ പച്ചപ്പ് ചിത്രരചന ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായി അനുഭവമായി. ക്യാൻവാസിലൂടെ ഒരു പ്രകൃതി നടത്തം വരച്ചു കാണിച്ചു. കാലത്ത് കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം MK മനോഹരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് റംലത്ത് BB സ്വാഗതം പറഞ്ഞു. മുദ്ര വിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ PP ബാബു അധ്യക്ഷത വഹിച്ചു. മുദ്ര ട്രഷറർ K വേണു ആശംസ നേർന്നു. ക്യാമ്പ് കൺവീനർ K ഷാബു നന്ദി പറഞ്ഞു. പ്രശസ്ത ചിത്രകാരൻ ധനരാജ് കീഴറ പരിശീലനത്തിന്റെ മുഖ്യ നേതൃത്വം നൽകി. പരിശീലനത്തിന് നിഷ, തേജസ്വിനി, K ഷാബു, ബാബു യെച്ചൂർ, KP ചന്ദ്രൻ, രമ്യ CH, സവിത എന്നിവർ നേതൃത്വം നൽകി. ക്ലസ്റ്റർ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് ചിത്രകലാ ക്യാമ്പിൽ പങ്കാളികളായത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ക്യാൻവാസുകൾ സമാപന പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. സമാപന പരിപാടി രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കൊപ്പം മന്ത്രിയും ചിത്രരചനയിൽ പങ്കാളിയായി. പ്രിൻസിപ്പൽ M മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി നീലേശ്വരം ക്യാമ്പസിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ പ്രിയ വർഗീസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. പച്ചപ്പിന്റെ പാഠങ്ങളുമായി പരിശീലന പരിപാടി. ഹരിത കേരള മിഷന്റെയും ശ്രീകണ്ഠാപുരം നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടുവൃക്ഷങ്ങളെയും വള്ളിച്ചെടികളെയും തിരിച്ചറിയാനും അടുത്തറിയാനുമുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ശ്രീകണ്ഠാപുരം നഗരസഭാ പരിധിയിലെ കോട്ടൂർ ജൈവ വൈവിധ്യ പാർക്കിൽ ഒക്ടോബർ 14 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് പരിശീലനം.
നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി വിദഗ്ധനും ഹരിത കേരള മിഷൻ പച്ചത്തുരുത്ത് സംസ്ഥാന ഫാക്കൽറ്റി ടീം അംഗവുമായ VC ബാലകൃഷ്ണൻ പരിശീലന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പച്ചത്തുരുത്ത് സംഘാടക സമിതി അംഗങ്ങൾ, വൃക്ഷവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സന്നദ്ധ പ്രവർത്തകർ, കോളേജ് വിദ്യാർത്ഥികൾ എന്നിവ 9207950345 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന കേരളത്തിൽ നിർത്തിച്ചു. നടപടിയുമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. കേരളത്തിൽ കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെപ്പിച്ചു. കോൾഡ്രിഫ് സിറപ്പിന്റെ SR13 ബാച്ചിൽ പ്രശ്നം കണ്ടെത്തിയതിന് കേരളത്തിന് പുറത്തു നിന്നുമുള്ള റിപ്പോർട്ടുകളെ തുടർന്നാണ് നടപടി. ഈ സിറപ്പ് സംസ്ഥാനത്തെ മരുന്നുകടകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ വിൽക്കാനോ കൊടുക്കാനോ പാടില്ല. ഈ ബാച്ച് മരുന്നിന്റെ വിൽപ്പന കേരളത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയതെന്നും, എങ്കിലും സുരക്ഷയെ കരുതിയാണ് കോൾഡ്രിഫ് മരുന്നിന്റെ വിതരണവും വിൽപ്പനയും പൂർണ്ണമായും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേരളത്തിൽ 8 വിതരണക്കാർ വഴിയാണ് ഈ മരുന്നിന്റെ വിൽപ്പന നടത്തുന്നത്. ഈ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിതരണവും വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുള്ള കോൾഡ്രിഫ് സിറപ്പിന്റെ വിൽപ്പനയും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്നുകൾ നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം നൽകിയിരുന്നു. മരുന്ന് കഴിച്ച മധ്യപ്രദേശിൽ 9 കുട്ടികൾ മരിച്ചതായി തുടർന്നാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. മരുന്ന് ഉപയോഗിക്കാതെ തന്നെ കുട്ടികളിലെ മിക്ക ചുമ രോഗങ്ങളും സ്വയം ഭേദമാകുന്നവയാണെന്നും നിർദ്ദേശത്തിൽ പറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൊതുവെ ഈ മരുന്നുകൾ നൽകാറില്ല. അതിനു മുകളിലുള്ളവർ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഡോസ് കൂടാതെ മറ്റു മരുന്നുകളോടൊപ്പം കഴിക്കാതെയും ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സാഫല്യം 25 തുടർ വികസന കാഴ്ചപ്പാടുമായി സെമിനാർ. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ വികസന സ്വപ്നങ്ങളും നേട്ടങ്ങളും ജനസമക്ഷം എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച സാഫല്യം 25 ജനപ്രതിനിധി സംഗമം തുടർ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചയ്ക്കുള്ള വേദിയായി. ത്രിതല പഞ്ചായത്ത് 2025-30 തുടർ പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും ഇനി നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളും സംബന്ധിച്ച് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. കൂത്തുപറമ്പ് നഗരസഭ മുൻ ചെയർപേഴ്സൺ പത്മജ പത്മനാഭൻ അധ്യക്ഷയായി. ജനപ്രതിനിധികൾക്കുള്ള ഉപഹാര സമർപ്പണം സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി നിർവഹിച്ചു. കില സ്റ്റേറ്റ് RP PV രാമകൃഷ്ണൻ മോഡറേറ്ററായി. കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ V രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ M ധർമ്മജ, KP പ്രദീപ് കുമാർ, M രാജശ്രീ, N അനിൽകുമാർ, മനോജ് കുമാർ, KK സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. ഓർമ്മ മരങ്ങൾ നട്ട് കൂടാളി പഞ്ചായത്ത് അംഗങ്ങൾ. ഹരിത കേരള മിഷന്റെ ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിൻ വൃക്ഷവൽക്കരണത്തിന്റെ ഭാഗമായി കൂടാളി പഞ്ചായത്തിലെ 18 പ്രതിനിധികളും സ്വന്തം പേരിൽ ഓർമ്മ മരങ്ങൾ നട്ട് പച്ചത്തുരുത്ത് സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ ഉദ്ഘാടനം ചെയ്തു. 2020-25 വർഷത്തെ ഭരണസമിതിയുടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ സ്മരണ കൂടിയാണിത്. നെടുങ്കുളം പാർക്കിൽ ഒരുക്കിയ പച്ചത്തുരുത്ത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ മുഖ്യാതിഥിയായി. ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സണൽ ജയപ്രകാശ് പന്തക്ക പദ്ധതി വിശദീകരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ M വസന്ത ടീച്ചർ, K ദിവാകരൻ, PC ശ്രീകല ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ P ഗീത, KV വത്സല, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലമിത, C രാജീവൻ, VV ജയരാജൻ എന്നിവർ സംസാരിച്ചു. CPM ശ്രീകണ്ഠാപുരം ഏരിയ മുൻ സെക്രട്ടറി KR കുഞ്ഞിരാമൻ അന്തരിച്ചു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവും CPM ശ്രീകണ്ഠാപുരം ഏരിയ മുൻ സെക്രട്ടറിയുമായ മലപ്പുട്ടം കൊളന്തയിലെ KR കുഞ്ഞിരാമൻ 88 അന്തരിച്ചു. KR എന്ന ദ്വയാക്ഷരത്തിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മൃതദേഹം ശനി പകല് 2 മുതൽ വൈകിട്ട് 5 വരെ CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി ഓഫീസായ കാവുംബായി സ്മാരക മന്ദിരത്തിലും തുടർന്ന് മലപ്പട്ടണം
കൊളന്തിയിലെ വസതിയിലും പൊതുദർശനത്തിന് വെക്കും. ഞായർ രാവിലെ 10-ന് മലപ്പട്ടം പഞ്ചായത്ത് പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ജനകീയ സമരങ്ങളിലും നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും നേതൃത്വം നൽകി. കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം, മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, കേരഫെഡ് ഡയറക്ടർ, ശ്രീകണ്ഠാപുരം ഹോമിയോ ആശുപത്രി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു. പരേതനായ കുഞ്ഞിമ്പുടക രാമൻ നമ്പ്യാരുടെയും പരേതയായ കാരുന്നൻ രാമപുരത്തെ ചെറിയമ്മയുടെയും മകനാണ്. ഭാര്യ കെ പങ്കജാക്ഷി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.